ഞങ്ങളൊരു യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുവാണേ. ഇത്തവണ ചെന്നൈയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇത് ട്രിപ്പൊന്നുമല്ല, എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് കൂടാൻ പോവാം. 3 ദിവസത്തേക്കായിരുന്നു യാത്ര. സാധാരണ ട്രിപ്പെല്ലാം ഞങ്ങൾ കാറിനാണ് പോകുന്നത്. പക്ഷേ ഇത്തവണ ട്രെയിനിൽ ഒരു ലോങ് ജേർണി ചെയ്യണം എന്ന് മക്കളുടെ ഒരാഗ്രഹമായിരുന്നു. 2 ഷോർട്ട് ട്രിപ്സ് മാത്രമേ ഞങ്ങൾ ഈ ട്രെയിനിൽ ചെയ്തിട്ടുള്ളൂ. ഒന്ന് എറണാകുളവും ഒന്ന് ട്രിവാൻഡ്രവും. അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ സൗകര്യമൊന്നും ഇവർ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ട്രെയിൻ ജേണിയോടുകൂടി ആ ഒരു ദുരാഗ്രഹം അങ്ങ് മാറിക്കിട്ടി. ബാത്റൂം കണ്ടപ്പോൾ തന്നെ പകുതിയേ മടുത്തു. പിന്നെ ട്രെയിനിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഓടി നടക്കാൻ, എത്ര ഓടി നടന്നാലും നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് മുഴുവൻ സ്വാമിമാരുടെ തിരക്കായിരുന്നു. ഞങ്ങളിത് ജൂണിൽ നടത്തിയ ട്രിപ്പിൻ്റെ വീഡിയോ ആണേ. അപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു. ഞങ്ങൾ കയറി ചെന്ന ഉടനെ ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും പറ്റിയില്ല, നേരെ കിടക്കാനായിരുന്നു. കാരണം അത്രമാത്രം തിരക്കായിരുന്നു കേട്ടോ. കിട്ടുന്ന സ്ഥലത്ത് ആൾക്കാർ കയറി ഇരിക്കുന്നത് കൊണ്ട് തന്നെയും പിന്നെ ട്രെയിൻ ഒരുപാട് ലേറ്റായിരുന്നു. ചേട്ടാ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതേ ഞങ്ങൾ പറക്കാൻ പോവാം, പക്ഷേ കുഹു കുഹു എന്ന് പറഞ്ഞ് ട്രെയിനിലാണെന്ന് മാത്രം എന്നായിരുന്നു. ഒരുപാട് ലേറ്റായിട്ട് ട്രെയിൻ 8:15 വന്നത്. ചെന്ന് കയറിയ ഉടനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എറണാകുളം ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മുഴുവൻ തിരക്കായി. കിട്ടുന്ന സീറ്റിലൊക്കെ ആൾക്കാർ വന്നിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി കിടക്കാനൊന്നും വലുതായിട്ട് സ്ഥലം കിട്ടത്തില്ലെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ കയറി കിടന്നു. മാത്രമല്ല വൈഫൈ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടും റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും ആകെ കൂടെ അങ്ങ് ബോറടിച്ചു പോയി. രാവിലെ ആയപ്പോൾ ചെന്നൈയിലെത്തി. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ ഓരോ വീഡിയോസ് കണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു ട്രെയിനിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്നൊരു ബദാം മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബിസ്ക്കറ്റാണ് ഞങ്ങൾ മേടിച്ച് പങ്കിട്ട് അവിടെ ഇരുന്ന് കഴിച്ചത്. ഇനി വേണം ഞങ്ങൾക്ക് റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് ആഹാരം കഴിക്കാൻ ഇറങ്ങാനായിട്ട്. അപ്പോൾ ബ്രദർ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല. എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കല്ലേ അവിടെയും. കേരളം വിട്ടു പോകുമ്പോഴേ ഞാൻ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെയാണ് ഇങ്ങനെ ചുമർ ചിത്രങ്ങളും പിന്നെ ഇതേപോലെ അമ്പലം പോലെയുള്ള ഹോട്ടൽസും ഒക്കെ കണ്ടിട്ടുള്ളത്. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാബൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതേ ഡെസ്റ്റിനേഷൻ എത്താറായി. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ